നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് അടിപൊളി മൂവ് തരുമെന്ന് ചോദിച്ചുള്ള ക്യാപ്ഷൻ. ചിലർ ചോദിക്കും, ഇന്നലെയും പറഞ്ഞല്ലോ അടിപൊളി മൂവ് തരുമെന്ന് പറഞ്ഞു, തന്നോ ഇല്ലെന്ന് വെച്ചാൽ തരും. നിങ്ങൾ പേടിക്കണ്ട. കാരണം മാർക്കറ്റ് പ്രൊഫൈൽ ഒരു സ്ട്രക്ചർ പ്രകാരം മാർക്കറ്റ് പ്രൊഫൈലിൽ ബാലൻസ് വരുമ്പോൾ അടുത്ത മൂവിനെ ഇംബാലൻസ് പറയും. മാർക്കറ്റ് പ്രൊഫൈൽ തന്നെ മാർക്കറ്റ് തന്നെ മൂവ് ചെയ്യണത് ബാലൻസ് ടു ഇംബാലൻസ്. സോ നമ്മുടെ ജൂണിൻ്റെ അവസാനത്തെ വീക്ക് വരെ, ലാസ്റ്റ് ദിവസം വരെ, ഏകദേശം പറഞ്ഞാൽ ജൂണിൽ ഒരു 25 വരെ നല്ലൊരു ഇംബാലൻസ് മൂവ് തന്നു. ഇലക്ഷന് ശേഷമുള്ളൊരു ഇംബാലൻസ് മൂവ് വന്നത് ആ സമയത്തായിരുന്നു. അതിന് ശേഷം മാർക്കറ്റ് ഒരു ബാലൻസ് തന്നു. ഇനി പോസ്റ്റ് ബഡ്ജറ്റ് വരാൻ പോകുന്നു ജൂലൈ 23-ാം തീയതി, 20-ാം തീയതി ശനിയാഴ്ച. അതിന് മുമ്പത്തെ ശനിയാഴ്ച HDFC ബാങ്കിൻ്റെ റിസൾട്ടാണ്. സോ അതിന് കഴിഞ്ഞ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം വരുന്ന ചൊവ്വാഴ്ച വന്ന് ഇലക്ഷൻ്റെ ബഡ്ജറ്റാണ്. സോ ആ ഒരു ബഡ്ജറ്റൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് അതനുസരിച്ച് പെരുമാറുന്ന രീതിയിലേക്ക് മാറും. സോ എപ്പോഴും ബാലൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്തോളുക, ദെയർ വിൽ ബി എൻ ഇംബാലൻസ് മൂവ്. അതായത് മാർക്കറ്റിൽ മൂവ് തരാൻ പോകുന്നു, ഒരു ട്രെൻഡിങ് ഡേ ഒരു മൂവ് വരാൻ പോകുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഇംബാലൻസ് മൂവ് വരുന്ന സമയത്ത് കടിച്ച് പിടിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപത്ത് കാലത്ത് തൈപത്ത് വച്ചാൽ സമ്പത്ത് കാലത്ത് തൈപത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കായപത്ത് തിന്നാമെന്ന് പഴയൊരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ, നമുക്ക് ഈ സമയത്ത് നമ്മൾ മെയ് പിടിച്ച് ടെൻഷൻ അടിക്കാതെ ട്രേഡ് ചെയ്ത് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്ത് ചെയ്താൽ ട്രെൻഡ് ഡേ വരുമ്പോൾ സമയത്ത് നമുക്ക് മുമ്പത്ത് വരുന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും നമുക്ക് പണി കിട്ടാതെ നമുക്ക് രക്ഷപ്പെട്ട് ട്രെൻഡ് ഡേ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഒരു നമ്മുടെ ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ നിഫ്റ്റി ഇന്ന് ഏകദേശം പറയുകയാണെങ്കിൽ ഈ 24,371 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ POC ടെസ്റ്റ് ചെയ്യുകയും ഈ 280 ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും POC എടുത്തു. അതിന് മുകളിൽ 397 വരെ പോയി തിരിച്ചിറങ്ങി ഒരു ന്യൂട്രൽ ക്ലോസിംഗ് ആണ് നിഫ്റ്റി എത്തുന്നത്. നിഫ്റ്റിയുടെ എൻ്റെ ഒരു കണക്ക് വെച്ച് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ന്യൂട്രൽ ക്ലോസിംഗ് ആണ് നിഫ്റ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ഒന്നും പറയാൻ വയ്യ. 52,630 പോലെ ഇന്നലത്തെ POCയുടെ മുകളിൽ പോയി 750 വരെ പോയെങ്കിൽ കൂടെ അവൻ കൃത്യമായിട്ട് പറയുന്നത് 52,380-നും 52,630-നും ഇടയ്ക്കുള്ള ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചു. കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 25-ാം തീയതി മുതൽ ജൂൺ 25-ാം തീയതി മുതൽ ഈ ഒരു ഏരിയ കിടന്നല്ലേ കളിക്കുന്ന ബാങ്ക് നിഫ്റ്റി. സോ ഇതൊരു പ്യുവർലി ഒരു ഹയർ ബാലൻസിങ് ആണ് നടക്കണം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് 9 ദിവസം, ഇന്നത്തെ ദിവസം കൂട്ടുകയാണെങ്കിൽ 9ാമത്തെ ദിവസമാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി ഇത്രയും വലിയൊരു ബാലൻസ് വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്യൂ നിങ്ങൾക്ക് തരാൻ പോണത് ഈ പ്രൊഫൈലുകളെല്ലാം മെർജ് ചെയ്തുകൊണ്ട് ഒരു ബാലൻസ് വ്യൂ വെച്ചിട്ട്, ആ ബാലൻസ് വ്യൂ വെച്ചൊരു വ്യൂ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നാളെയും ഇതേ റേഞ്ച് തന്നെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇതേ റേഞ്ചിലേക്ക് വീണ്ടും ആഡ് ചെയ്യും. നമ്മൾ നമ്മളെ ബാലൻസ് ഡേയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, പ്രഷർ കുക്കർ വരുമ്പോൾ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രഷറിന് എത്രത്തോളം പ്രഷർ കയറുമ്പോൾ അത്രത്തോളം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ എത്രത്തോളം ബാലൻസ് ഡേയ്സ് വരുന്നു അത്രത്തോളം ഇംബാലൻസിൻ്റെ മൂവ്മെൻറ്റും സ്ട്രോങ് ആയിട്ട് വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂവിലേക്ക് പോകാമല്ലോ. സോ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു 3 ദിവസം ഒരു ബാലൻസ് വന്നു. അതിനുശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 4 ദിവസം ഒരു ബാലൻസ് തന്ന് മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃത്യം പറയാം, ഇന്ന് ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം വന്നിരിക്കുന്നത്. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 24,345-ഉം VWAP 24,337 ഭാഗത്താണ്. ഞാൻ പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പോകണേ, കാരണം എൻ്റെ ട്രേഡ് സെറ്റപ്പിൽ ഞാൻ ഇതിനെല്ലാം മെർജ് ചെയ്യും. കാരണം ഈ പ്രൊഫൈലുകളെല്ലാം മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാലൻസിൻ്റെ ഒരു ഏരിയ വരാൻ പറ്റും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഞാനൊന്ന് മെർജ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് പുഷ് എടുക്കാൻ പറ്റും. അപ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് ജൂലൈ തൊട്ട് ഇന്ന് വരെ 3, 4, 5, ഇന്ന് 8 അങ്ങനെയുള്ള 4 ദിവസത്തോളം നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് തരികയാണ്. അതിൻ്റെ VWAPും POC ഏകദേശം അടുത്തടുത്ത് നിൽക്കുകയാണ്. POC നോക്കിയാൽ 24,345-ആണ് POC. വാല്യൂ ഏരിയ ഹൈ 24,381-ഉം വാല്യൂ ഏരിയ ലോ 24,307. അപ്പം നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ 300-നും 385-നും ഇടയ്ക്കുള്ള കൃത്യം പറഞ്ഞാൽ 85 പോയിൻറ്റിനകത്ത് നിന്നാണ് നിഫ്റ്റി കളിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ഓർത്തോളുക,
ഇന്നലെ വന്ന സ്പൈക്കിൻ്റെ ഹൈ ആയ 24,420 മുകളിൽ മാത്രമേ ഇനിയൊരു ഫ്രഷ് ബൈയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. 24,420 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 24,470, 470 മുകളിൽ 24,580, 580 മുകളിൽ 24,720 വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾ ഓർത്തോളുക, നിഫ്റ്റിയുടെ ടാഗർ പറഞ്ഞാൽ 24,420 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 24,480, 480 മുകളിൽ 580, 580 മുകളിൽ 24,720 വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ 24,345 സപ്പോർട്ടാണ്, അതിന് താഴെ 300 ഒരു സപ്പോർട്ടാണ്. 300 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രിയോസിയായ 24,195 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും നിഫ്റ്റിയിൽ കൂടുതലാണ്. ഇനി നിങ്ങൾ ഓർത്തുകൊള്ളുക, 24,195 താഴെ മാത്രമേ നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പം വ്യക്തമായി ഞാൻ ഈ ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഈ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ 24,224, അതിന് താഴെ 195, അതിന് താഴെ 24,150, 150 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് 24,150 പൊട്ടുകയാണെങ്കിൽ നല്ലൊരു സെല്ലിങ് വരാനും, 24,300 പൊട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 24,195 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ആ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഞാൻ വേറെ ഒന്നും വേണ്ടില്ല, ഇതിനെ ഞാൻ റേഞ്ച് ആക്കിയത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രേഡ് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ റേഞ്ച് ആക്കിയത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായി ഓർത്തോളൂ, റേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ, റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്തോളൂ, 24,345 നമ്മുടെ POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. 24,345 ആണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ 3 ദിവസത്തെ 4ാമത്തെ ദിവസം ബാലൻസ് ഏരിയയുടെ POC. അതിന് മുകളിൽ നോക്കുമ്പോൾ 381, ഒരു 24,381 സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ആ സപ്പോർട്ട് അതിന് മുകളിലാണ്, ഇപ്പോൾ ഇവിടെ നമ്മളത് റെസിസ്റ്റൻസ് ആണ്, കാരണം നമ്മളത് താഴെയല്ല ക്ലോസ് ചെയ്ത്. അതിന് മുകളിൽ 420 നമ്മളൊരു റെസിസ്റ്റൻസ് ആണ്. ഇപ്പം 24,420 നിങ്ങളൊരു ബയർ ആണെങ്കിൽ 24,420 പൊസിഷനിലായാലും ബൈ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 24,420 മുകളിൽ എടുക്കുക. അതിന് മുകളിൽ വരികയാണെങ്കിൽ 24,480, അതിന് മുകളിൽ 24,580, അതിന് മുകളിൽ 24,720, 24,580, അതിന് മുകളിൽ 24,720 വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് വരച്ചേക്കുന്നു. നിങ്ങൾ വ്യക്തമായി ഈ ലെവൽ മാർക്ക് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പം ഓർത്തോളൂ, ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള ലെവൽ. ഇനി താഴേക്കാണെങ്കിൽ 24,300 എന്ന് പറഞ്ഞാൽ 24,280, 24,300 എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിന് താഴെ നമുക്ക് അടുത്ത വരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ 24,240, 24,240, അതിന് താഴെ 24,195, 24,195, ഈ 195 താഴെ നമുക്ക് 24,150, ഒരുത്തരാണ് 24,150. സോ ഇതാണ് നമ്മുടെ ബാലൻസ് വച്ചുള്ള കഴിഞ്ഞ 4-5 ദിവസത്തെ ബാലൻസിനെ ഞാൻ ക്ലബ് ചെയ്ത് മെർജ് ചെയ്ത പ്രൊഫൈൽ വച്ചുള്ള ഒരു ബാലൻസിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോളൂ, 420 മുകളിൽ നമ്മളെ ബുള്ളിഷ് റെഫറൻസ് 420യും ബെയറിഷ് റെഫറൻസ് 150യുമാണ്. അത് ഓർത്തോളൂ. 420 മുകളിൽ 480, 580, 720യും, അത് ഇനി താഴെ 380 താഴെ 345, 300, 240, 195, 150 ഇത്രയും ലെവൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവലിൽ നമുക്ക് കുറച്ചൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. ബാങ്ക് നിഫ്റ്റി ഇതേപോലെ കിടന്ന് കളിച്ചാൽ നമുക്ക് അത്രത്തോളം ഡിലീഷൻ വരും. സോ ഓർത്തോളുക, ഞാൻ ബാങ്ക് നിഫ്റ്റി ലെവൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഓർത്തോളുക, കഴിഞ്ഞ ഒരു ട്രെൻഡ് ഡേ, അതായത് ഒരു ട്രെൻഡ് വന്ന 25/6, അതായത് ജൂൺ 25 വന്നൊരു ട്രെൻഡ് ഡേക്ക് ശേഷം, ട്രെൻഡ് ഡേ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ എന്ന് പറയാം, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്നൊക്കെ പറയാം. ആ ഒരു ട്രെൻഡ് ഡേക്ക് ശേഷം 1, 2, 3, 4, 5, 6, 7, 8 ദിവസമായിട്ട് നമ്മളെ ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന്, നമ്മളിതിനെ റേഞ്ച് ബാലൻസിങ് ചെയ്യുകയാണ്. അതായത് റേഞ്ച് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ബാലൻസ് റൂളിൽ വരുന്നില്ലെങ്കിൽ കൂടെ ഞാൻ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ അഡാപ്റ്റീവായിട്ട് ചിന്തിക്കണം. ആ രീതിയിലൊരു അഡാപ്റ്റീവ് മെത്തോഡോളജിയാണ് ഈ റേഞ്ച് ബാലൻസ് മെത്തോഡോളജി എന്ന് പറയും. അത് ഞാൻ നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ അഡാപ്റ്റീവ് മെത്തോഡോളജി ഇൻ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ ഞാനത് വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. സോ ഞാൻ ഈ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ 9 ദിവസത്തെ ഈ 9 ദിവസം ഞാൻ മെർജ് ചെയ്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 52,595 POC നിൽക്കണം. നമ്മൾ ഇന്നും ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ 925, 52,925, വാല്യൂ ഏരിയ ലോ എന്ന് പറഞ്ഞാൽ 52,345 ആണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് ഇനി 52,345 പൊട്ടുകയാണെങ്കിൽ മാത്രം 52,130 വരികയും 52,130ക്ക് താഴെ 51,962, 51,889, 51,735,
51,662 വരാനും. ഇനി നോക്കുകയാണെങ്കിൽ 52,000 അല്ല, നമുക്ക് 53,250 മുകളിൽ മാത്രം നല്ലൊരു ബിഗ്ഗസ്റ്റ് ബൈ വരാനും ആ റേഞ്ച് പൊട്ടി 53,746 വരെ പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇടയ്ക്ക് 53,565 ഒരു സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഇത്രയും ബാലൻസ് വന്നതുകൊണ്ട് ദർ ഈസ് ഗോയിങ് ടു ബി എ ബിഗ്ഗസ്റ്റ് മൂവ് ഇൻ ബാങ്ക് നിഫ്റ്റി. നമുക്ക് നല്ലൊരു കിടിലം ബാങ്ക് നിഫ്റ്റി മൂവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ HDFC ബാങ്ക് ഇന്ന് 1630 എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ഒരു ട്രെൻഡ് ഡേയുടെ POC ഭാഗത്ത് അവർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് HDFC ബാങ്ക്. സോ അതുകൊണ്ട് ആ ഒരു POC സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം HDFC ബാങ്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാനും അത് പൊട്ടുകയാണെങ്കിൽ HDFC ബാങ്ക് 1630 പൊട്ടുകയാണെങ്കിൽ ഇനി അടുത്തൊരു സപ്പോർട്ടീവ് എന്ന് പറയുന്നത് 1580 അതിന് താഴെ 1561 എന്ന് പറഞ്ഞാൽ ഈ POC സപ്പോർട്ടീവ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ HDFC ബാങ്കിനെ സംബന്ധിച്ച് 1630 എന്ന് പറഞ്ഞ ലക്ഷ്മണ രേഖയാണ്. അത് പൊട്ടുകയാണെങ്കിൽ 1560 വരാനും ബാങ്ക് നിഫ്റ്റി ഒരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് ഇന്നത്തെ POC ആയ 52,595 52,595 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52 എത്രയാണ് 800 800 മുകളിൽ 52,925 925 മുകളിൽ 53,953 വരാം. 53,250 മുകളിൽ മാത്രമേ നമ്മളൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കാനും 52,130 താഴെ മാത്രമേ സെല്ലിനെ കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലെവൽ കൃത്യത വരയ്ക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ച് ദിവസം ഞാൻ ബാലൻസ് ആയതുകൊണ്ട് ഞാൻ ഈ ലെവലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരയ്ക്കുന്നത് 52,595 നമ്മുടെ POC, നമ്മളെ ഇമ്പോർട്ടൻ്റ് ഏരിയ. ഈ ഇത്രയും ദിവസത്തെ ബാലൻസ് ഏരിയയുടെ POC ആയതുകൊണ്ട് ഞാനത് വരയ്ക്കുകയാണ്. അതിന് മുകളിൽ അടുത്ത വരുന്നത് 52,800 52,800 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ്, അത് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 52,926 52,926. അതിന് മുകളിൽ 53,091 53,091. അതിന് മുകളിൽ 53,250. എത്രയാണ് 53,250. ഈ 53,250 മുകളിൽ വളരെ ലാർജ് രീതിയിലൊരു ബ്രേക്കൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 54,000 മുകളിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 52,300 ഒരു സപ്പോർട്ടാണ്. 52,300. അതിന് താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 52,130 എത്ര 52,130. അതിന് താഴെ 51,926 51,926. അതിന് താഴെ 51,800 51,800. അതിന് താഴെ 51,655 എന്ന് പറഞ്ഞ ലെവലിൽ നമുക്ക് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോളുക, ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ 52,130 സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 52,130 പൊട്ടുമ്പോൾ എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് മൂവ്മെൻറ്റ് തരാനും. ബൈയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 53,250 മുകളിൽ എടുക്കുന്ന നല്ലൊരു പൊസിഷണൽ വ്യൂ വരാനും 54,000 മുകളിൽ പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ എല്ലാവരും ഇത് ഓർത്തോളുക. മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇന്ന് 9ാമത്തെ ദിവസമായ ബാലൻസാണ്. നിഫ്റ്റി ഇന്ന് 4ാം ദിവസമാണ് ബാലൻസ്. എത്രത്തോളം ബാലൻസ് കൂടുമോ അത്രത്തോളം മൂവ് വളരെ ഫാസ്റ്റായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ട്രേഡിൽ കടത്തിപ്പെട്ട് കാശ് കളഞ്ഞാൽ വലിയ മൂവ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക, ട്രേഡ് ചെയ്യുക, നിങ്ങളുടെ പൈസ ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക. സോ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏവർക്കും ഒരു ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്.